കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായ ഒരു വിഷയം ഉണ്ട്. അതുതന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരല്പം നീണ്ടുപോയി എന്ന് എനിക്കറിയാം. ആ വിഷയത്തോട് ബന്ധപ്പെട്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് നമ്മൾ ഇന്നും ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വിഷയം പ്രിയപ്പെട്ടവർ ഓർത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ ദൈവം എന്ന വിഷയത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇത് നമുക്ക് ഒന്നിച്ച് ഒരു ദിവസം കൊണ്ട് തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ച വചനഭാഗം ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ളതായ വാക്യഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിനെ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഭാഗമെന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഭാഗം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് എടുത്തു പറയുന്നത്. അതായത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി, എടുത്തു പറയുന്ന പദപ്രയോഗമാണ് വിപരീതമായി, ഞങ്ങളോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനോ അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. അപ്പോൾ പൗലോസ് ലേഖയ്ക്ക് പോലും പിന്നീട് അതിനെ തിരുത്തി പറയുവാൻ അല്ലെങ്കിൽ മാറ്റി പറയുവാനുള്ളതായ യാതൊരു പഴുതും പൗലോസ് ലേഖ കൊടുത്തിട്ടില്ല. അത്ര കൃത്യമായി തന്നെ പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനോ വന്ന് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഈ ഭാഗം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുവാൻ കാരണം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ സമൂഹം ക്രിസ്ത്യാനികളെന്ന് പേർ പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന സമൂഹം ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തോടും ചോദ്യത്തോടുമുള്ള ബന്ധത്തിൽ, ബൈബിൾ അധിഷ്ഠിത ദൈവത്തോടും പഠനത്തോടുമുള്ള ബന്ധത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനായി അവർ പൗലോസിന്റെ ചില ലേഖനങ്ങളിലെ പരിഭാഷയിൽ വന്നിരിക്കുന്നതായ ചില ഭാഗങ്ങൾ, പരിഭാഷയിൽ വന്നിരിക്കുന്ന വിവിധ പരിഭാഷകൾ എടുത്തു നോക്കുമ്പോൾ കോൺട്രഡിക്ഷൻ കാണുന്ന ചില വാക്യങ്ങൾ വെച്ചുകൊണ്ട് കസർത്ത് കളി നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പൗലോസിന്റെ ഭാഗം എടുത്ത് അവർ ശ്രമിക്കുന്നത് പൗലോസിനെ ശപിക്കപ്പെട്ടവനാക്കുവാനാണ് എന്ന് വളരെ വ്യക്തമാണ്. പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൊക്കെയും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ദൈവമെന്ന് പൗലോസ്ലീഹ ആരെയെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരേയൊരുവനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ വളരെ കൃത്യമായി എടുത്തു പറയുന്നത്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അക്കാര്യം ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവം ഒരുവൻ, രണ്ടാമതോ മൂന്നാമതോ ഒരുത്തർക്ക് സ്ഥാനം അവകാശപ്പെടുവാൻ പോലും പഴുതുകൊടുക്കാതെ പൗലോസ്ലീഹ വളരെ കൃത്യമായി പറഞ്ഞു, ദൈവം ഒരുവൻ. അവിടെ കൊണ്ട് നിർത്തിയില്ല. ഇനി അതിൻ്റെ ഏതെങ്കിലും പരിഭാഷ കൊണ്ട് ആർക്കെങ്കിലും കസർത്ത് കളി നടത്തുവാനായി താല്പര്യം തോന്നിയാൽ അതിനുള്ള പഴുതുപോലും ഇടാതെ വണ്ണം പൗലോസ്ലീഹ പറഞ്ഞു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ.
അപ്പോൾ ദൈവം ഒരുവൻ, ആ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആരാണ് ആ മധ്യസ്ഥൻ? അതും പൗലോസ് എടുത്തു പറഞ്ഞു. യേശുക്രിസ്തു, ദ മാൻ ക്രൈസ്റ്റ് ജീസസ്, യേശുക്രിസ്തു എന്ന മനുഷ്യൻ എന്നെടുത്ത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ എടുത്തു കാണിക്കുന്നു. ദൈവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നു, ഒരുവൻ. അവിടെ കൊണ്ടും തീർന്നില്ല. പൗലോസ് പിന്നെയും കൃത്യതയോടുകൂടിയാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ദൈവമോ ഒരുത്തൻ മാത്രം, ഈ വൺ എന്ന് ഇംഗ്ലീഷിലുള്ള പദം എടുത്തുകൊണ്ടുവന്ന് ആരെങ്കിലും കസർത്ത് കളി നടത്തുവാനായി ശ്രമിച്ചാൽ പോലും അതിനും വഴുതില്ലാതെ വണ്ണമാണ് പൗലോസ് എടുത്തു പറയുന്നത്. അത് നമ്മൾ മലയാള സത്യവേദ പുസ്തക പരിഭാഷ എടുത്ത് പരിശോധിക്കുമ്പോൾ ചെറിയ ഒരു ആശയക്കുഴപ്പം ആർക്കെങ്കിലും ഉണ്ടായാൽ തന്നെ അവിടെ അതിൻ്റെ ആംഗലേയ പരിഭാഷയിലുള്ളതായ ഭാഗം കൂടി ചേർത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുവൻ മാത്രമാണെങ്കിൽ മധ്യസ്ഥന്റെ ആവശ്യമില്ല. അപ്പൊ മധ്യസ്ഥന് ആവശ്യം വരുന്നത് എവിടെയാണ്? മധ്യസ്ഥന്റെ ആവശ്യം വരുന്നത് എവിടെയാണ്? ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിടയിലാണ് മധ്യസ്ഥന്റെ ആവശ്യം വരുന്നത്. രണ്ട് സെക്ട് അല്ലെങ്കിൽ രണ്ട് വിഭാഗം ഉണ്ടാകുമ്പോൾ ആ രണ്ടുപേരുടെയും ഇടയിൽ വേണ്ടി വരുന്ന ആവശ്യകതയാണ് മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഒന്നിലധികം ആളുകൾ ഉള്ളത് കൊണ്ടാണ് മധ്യസ്ഥന്റെ ആവശ്യം വരുന്നത്. ദൈവമോ ഒരുത്തൻ മാത്രം. അപ്പോൾ ഒരേയൊരുവൻ മാത്രമായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യനുമുണ്ട്. ഈ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന യേശുക്രിസ്തു എന്ന മനുഷ്യനുമുണ്ട് എന്ന് വളരെ കൃത്യമായി പൗലോസ് പറഞ്ഞു വെച്ചു. ദൈവത്തെക്കുറിച്ച് പൗലോസ് കൊടുക്കുന്ന വിശേഷണം നമ്മളെടുത്ത് പരിശോധിച്ചാൽ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായി പൗലോസ് പറയുന്നത് ദൈവത്തിനുള്ള വിശേഷണം കൊടുക്കുന്നത് എന്താണ്? നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ വിശേഷത എടുത്തു പറയുന്നത് എന്താണ്? അവൻ അക്ഷയനാണ്, അദൃശ്യനാണ്, അവൻ നിത്യരാജാവാണ് എന്നെടുത്തു പറയുകയാണ്. അപ്പോൾ ഈ നിത്യരാജാവും അക്ഷയനും അദൃശ്യനുമായ ഒരേയൊരു ദൈവം, ഏകദൈവം വളരെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവം ആരാണ്? പൗലോസ് ദൈവമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നവൻ ആരാണ്? അവൻ അക്ഷയനാണ്, അവൻ അദൃശ്യനാണ്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ കുറച്ചുകൂടി 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ വായിക്കാം. സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച്. അപ്പൊ ഇവിടെ രണ്ടുപേരെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ആരൊക്കെയാണ് അത് രണ്ടുപേര്? സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവമുണ്ട്, പിന്നെ പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം പ്രാപിച്ച യേശുക്രിസ്തു എന്ന ഒരാളുകൊണ്ട്. ഇങ്ങനെ രണ്ടുപേരെ സാക്ഷി വെച്ചുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്. അപ്പൊ പൗലോസ്ലീഹ ഇവിടെ പറയുന്ന ദൈവം ആരാണ്? അത് യേശുക്രിസ്തുവാണോ? യേശുക്രിസ്തു അല്ല എന്ന് വ്യക്തമാണ്. സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ചുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവൻ. ഒൺലി പൊട്ടൻഷ്യേറ്റ്. താൻ മാത്രം അമർത്യതയുള്ളവൻ
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. മനുഷ്യർ ആരും കാണാത്ത. ഇനി അടുത്ത പ്രത്യേകത ശ്രദ്ധിച്ചോണം. മനുഷ്യർ ആരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ആരുടെ പ്രത്യക്ഷത? യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരുത്തുന്നവനായ ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ചല്ല, ആ പ്രത്യക്ഷത വരുത്തുന്നതിനെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ ആ പ്രത്യക്ഷത വരുത്തും. ഈ പറഞ്ഞവൻ പ്രത്യക്ഷനാകുമെന്നല്ല പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരുത്തും എന്നാണ് പൗലോസ്ലീഹ എടുത്തു പറയുന്നത്. അപ്പോൾ പൗലോസ്ലീഹ ദൈവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ദൈവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പൗലോസ്ലീഹ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, ദൈവം ഏകനല്ലോ, 2 പേരോ 3 പേരോ ആണെന്ന് പറയാൻ യാതൊരു പഴുതും വിടാതെ വണ്ണം ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവം ഒരുവൻ, ദൈവം ഏകനല്ലോ, ഇത് യേശുക്രിസ്തുവാണെന്ന് ആരും വാദിക്കുവാൻ യാതൊരു പഴുതും കൊടുക്കാതെ വണ്ണം പൗലോസ്ലീഹ പറയുന്നത്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവനുമായവൻ എന്നാണ് പൗലോസ്ലീഹ ദൈവത്തെ കുറിച്ച് പറയുന്നത്. 1 തിമോഥെയോസ് 1:17 പറയുന്നത് എന്താണ്? നിത്യരാജാവായി 1 തിമോഥെയോസ് 1:17 നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവം. അപ്പോൾ പൗലോസ്ലീഹ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നവൻ അവൻ അക്ഷയനാണ്, അദൃശ്യനാണ്, അവൻ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ഇങ്ങനെ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത ഒരു ദൈവത്തെ കുറിച്ചാണ് പൗലോസ്ലീഹ തന്റെ ലേഖനങ്ങളിലെല്ലാം വളരെ കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നത്. ആ ദൈവത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞു വെക്കുമ്പോഴാണ് ഈ പൗലോസ്ലീഹയെ കുറ്റക്കാരനാക്കുവാൻ, അദ്ദേഹത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കസർത്ത് കളി കാണിക്കുവാൻ ചിലർ വരുന്നത്. അങ്ങനെയുള്ളവർ കൊണ്ടുവരുന്ന ഒരു വാക്യം ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം സത്യവേദ പുസ്തകത്തിലുള്ള പരിഭാഷ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പ്രിയപ്പെട്ടവർ വലിയ അഭ്യാസം കാണിക്കുവാൻ ശ്രമിക്കും. അപ്പോൾ യേശുക്രിസ്തു മഹാദൈവമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു എന്നാണ് ഇവരുടെ വാദം. എന്നാൽ ഇതേ വാക്യം അത് ഇംഗ്ലീഷിലും ഗ്രീക്കിലും POC എന്ന് പറയുന്ന കത്തോലിക്കരുടെ പരിഭാഷയിലും വാക്യം 13 അതെടുത്ത് വായിച്ചാൽ, POC എടുത്ത് വായിച്ചാൽ അവിടെ മഹോന്നതനായ ദൈവത്തിന്റെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും എന്നിങ്ങനെ 2 പേരെ കുറിച്ച് പരാമർശം നടത്തിയിരിക്കുന്നതായി വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി പൗലോസ്ലീഹ പറയുന്ന ദൈവം അക്ഷയനും അദൃശ്യനുമാണ്, അവൻ ഏകനാണ്, ഏക ദൈവമാണ്, ഒരുത്തൻ മാത്രമാണ്, ഒരേ ഒരുവൻ മാത്രമാണ് എന്നിങ്ങനെ വളരെ കൃത്യമായി ദൈവത്തെ പൗലോസ്ലീഹ നിർവചിച്ചിരിക്കെ പരിഭാഷയിലെ ഒരു എറർ വെച്ചുകൊണ്ട് പലരും പൗലോസ്ലീഹയെ ക്രൂശിക്കുവാൻ ശ്രമിക്കുകയാണ്, പൗലോസ്ലീഹയെ ശപിക്കപ്പെട്ടവനാക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യാതൊരു പഴുതും പൗലോസ്ലീഹ വെച്ചിട്ടില്ല. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതാണെന്നാണ് എന്റെ ഓർമ്മ. അവിടെ പൗലോസ്ലീഹയുടെ ദൈവമാരാണെന്ന് വളരെ കൃത്യമായി പൗലോസ്ലീഹ പറഞ്ഞ ആ ഭാഗം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. പൗലോസ്ലീഹ സുവിശേഷ ഘോഷണം നടത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ആ സുവിശേഷ ഘോഷണത്തിലൂടെ
പൗലോസ്ലീഹ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം യേശുക്രിസ്തുവിന്റെ പിതാവാണെന്ന്, അല്ലെങ്കിൽ ഞാൻ തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി എന്ന് വളരെ കൃത്യമായി യേശുക്രിസ്തുവിന്റെ പിതാവാണ് പൗലോസ് ആരാധിക്കുന്ന ദൈവമെന്ന് വളരെ കൃത്യമായി ഉറപ്പിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോഴാണ് ചിലര് വീണ്ടും റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമായിട്ട് വരും, സത്യവേദ പുസ്തകത്തിലെ പരിഭാഷയുണ്ട്. അപ്പോഴും ആ വാക്യം നമ്മൾ ഇതര പരിഭാഷകൾ ചേർത്ത് പരിശോധിക്കുമ്പോൾ സത്യവേദ പുസ്തകത്തിലെ പരിഭാഷയിൽ ഇററുള്ളതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് വായിച്ചേ. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിച്ചേ. പിതാക്കന്മാരും അവർക്കുള്ളത് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെയാണ് സത്യവേദ പുസ്തകത്തിലെ പരിഭാഷ. അപ്പോഴും ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ ജഡപ്രകാരം ഉത്ഭവിച്ചവനായ ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയം പ്രസവിച്ച യേശുവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. അപ്പോൾ മറിയത്തിന്റെ മകനായ യേശു ജഡപ്രകാരം അവൻ ഇസ്രയേലിൽ നിന്നാണ് ജനിച്ചത് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് സത്യവേദ പുസ്തകത്തില് അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ഇവര് ആ വാക്യത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഭാഗം ആംഗലേയ പരിഭാഷയിൽ ഒന്ന് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഹൂസ് ആർ the fathers, and of whom, as concerning the flesh, Christ came, who is over all, God blessed forever, amen. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്ന് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള ഒരു കണ്ടന്റും അവിടെ ഇല്ല. സകലത്തിനും മീതെ ആയിരിക്കുന്ന അവൻ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്നാണ് ആംഗലേയ പരിഭാഷയിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത്. സകലത്തിനും മീതെ ആയിരിക്കും, ഹൂ ഈസ് ഓവർ ഓൾ, ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ഈ ഭാഗം നമ്മൾ സത്യവേദ പുസ്തകത്തിൽ വായിച്ചപ്പം തൊട്ട് മുമ്പിൽ ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ക്രിസ്തുവാണ് സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്ന് ഇവര് ഈ പരിഭാഷ വെച്ചുകൊണ്ട് വാദിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു വാക്യം കൂടി അതുപോലെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. റോമർ 1:25. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പൊ ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞവരെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അടുത്തത്, അവരെന്ത് ചെയ്തെന്നാണ്? സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ. അപ്പോൾ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ ഈ വാക്യം 5-ാം വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് അത് ക്രിസ്തു സകലത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് വാദിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം എടുത്തു വെച്ചിട്ട് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആരാണെന്ന് പറയണം. ആരാണ് അവിടെ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്ന് സമ്മതിക്കണം? സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചവൻ, ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞവൻ ആരാണോ അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞതെന്നുകൂടി ഈ സുഹൃത്തുക്കൾ സമ്മതിക്കേണ്ടി വരും. ഇംഗ്ലീഷിൽ കൂടെ വേണേൽ വായിക്കാം നമുക്ക് ആ വാക്യം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. ഹൂ changed the truth of God into a lie. ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞവൻ. അടുത്തത്, and worshipped and served the creature more than the creator. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചവർ.
അടുത്തത് ഹൂ ഈസ് ബ്ലെസ്ഡ് ഫോർ എവർ ആമേൻ. അപ്പൊ ഈ മുമ്പേ പറഞ്ഞത് ആരാണ്? ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞവരും സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചവരെ കുറിച്ചുമാണ് ഇതിന്റെ തൊട്ട് മുമ്പേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തൊട്ട് മുമ്പേ പറഞ്ഞിരിക്കുന്ന അവരെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവനെ കുറിച്ചാണ് തുടർന്ന് പറയുന്ന ഹൂ ഈസ് ബ്ലെസ്ഡ് ഫോർ എവർ ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളയുകയും സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുകയും ചെയ്തവൻ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവൻ, എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞതെന്നുകൂടി ഇവര് സമ്മതിക്കും. എന്നാൽ അങ്ങനെയല്ല അതിന്റെ ശരി. പൗലോസ്ലീഹയുടെ ഒരു രീതിയാണ് താൻ പറഞ്ഞു വരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ മഹത്വം കൊടുത്തതാണ് റോമർ 9:5 കാണുന്നതും റോമർ 1:25 കാണുന്നതും എന്ന് സൂക്ഷ്മ ദൃക്കുകൾക്ക് വ്യക്തമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പിടിച്ച് ദൈവമാക്കുവാൻ വേണ്ടി പൗലോസിന്റെ തോളയിലോട്ട് ഏണി ചാരാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹയുടെ തോളിൽ ഈ ഏണി ഇരിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ്ലീഹയുടെ ദൈവം യേശുക്രിസ്തുവിന്റെ പിതാവാണ്. പൗലോസ്ലീഹയ്ക്ക് ഒരു ദൈവമേയുള്ളൂ. അതൊന്നിലധികം ആളുകളാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പഴുതും പൗലോസ്ലീഹ വിട്ടുകൊടുത്തിട്ടില്ല. ആരാണ് പൗലോസ്ലീഹ പ്രസംഗിച്ച ദൈവമെന്ന് കൂടി പൗലോസ്ലീഹ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ വേറിട്ട് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ പരിചിതമായ ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 8-ാം വാക്യം, 1 Corinthians chapter 8 verse 6. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ബട്ട് ടു us there is but one God. അതാരാണ്? നമുക്കൊരു ദൈവമേയുള്ളൂ. അതാരാണ്? ദ ഫാദർ. പൗലോസ്ലീഹ വളരെ കൃത്യമായി പറയുന്നു, ബട്ട് ടു us there is but one God. അതിന് തൊട്ട് മുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രയോഗം തന്നെ വരുന്നത്. എന്താണ് പറഞ്ഞത്? ഫോർ though there be that are called gods, ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന അനേകര്, whether in heaven or in earth, ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ നമുക്കോ ഒരു ദൈവമേയുള്ളൂ, അത് പിതാവാണ്. ബട്ട് ടു us there is but one God. ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ട അനേകരുണ്ടെങ്കിലും നമുക്കോ ഒരു ദൈവമേയുള്ളൂ, അത് പിതാവാണ് എന്ന് വളരെ കൃത്യമായി പൗലോസ്ലീഹ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമതൊരുത്തനെ പിടിച്ച് അവിടെ ദൈവമാക്കുവാൻ ഒരു അവസരവും കൊടുക്കാതെ പൗലോസ്ലീഹ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. തുടർന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവിടെ വായിക്കുന്നത്? യേശുക്രിസ്തു എന്ന ഒരു കർത്താവും നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. And we in him, and one Lord Jesus Christ, by whom are all things, and we by him. യേശുക്രിസ്തു എന്ന ഒരു കർത്താവും നമുക്കുണ്ട്, നമുക്കൊരു ദൈവമേയുള്ളൂ, അത് പിതാവാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പലരും ചേർന്ന ഒരു ദൈവത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവാണ് ദൈവമെന്നും പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ല. പൗലോസ്ലീഹ വളരെ കൃത്യമായും വ്യക്തമായും അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് തനിക്കൊരു ദൈവമേ ഉള്ളെന്നും അത് പിതാവാണെന്നും അത് കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണെന്നും വളരെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ ആരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ, ദൂതന്മാര് കണ്ടിട്ടില്ലെന്നും ദൂതന്മാർക്കാർക്കും കാണാൻ കഴിയാത്തവനുമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞില്ല. വളരെ കൃത്യമായ പൗലോസ്ലീഹയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരാരും കാണാത്തവൻ.
അതുപോലെ തന്നെയാണ് നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോഴും അവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലും യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും നോ മാൻ ഹാവ് സീൻ ഗോഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ദൈവത്തെ ഒരു സാഹചര്യത്തിലും ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. ഒരു മനുഷ്യനും നോ മാൻ ഹാവ് സീൻ ഗോഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരാരും കാണാത്തവരെന്ന് പറയുമ്പം ദൂതന്മാരാരും കാണാത്തവരെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സോറി, അതൊക്കെ അബദ്ധ വിചാരങ്ങളാണ്. ദൂതന്മാരെ കുറിച്ചല്ല പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. യേശുക്രിസ്തു പറഞ്ഞതാണ്, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴും യേശുക്രിസ്തുവാണ് പിതാവെന്ന് വാദിക്കുന്ന അബദ്ധ ഉപദേശകർക്കും തലക്കിട്ട് കൊട്ട യേശുക്രിസ്തു കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പിതാവ് സ്വർഗത്തിലാണ്. പിതാവിന്റെ മുഖം ദൂതന്മാർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ മുന്നേറേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലനും സുവ്യക്തമായി പറഞ്ഞതുപോലെ, അപ്പോസ്തലനായ പൗലോസ് സുവ്യക്തമായി പറഞ്ഞതുപോലെ, നമുക്കൊരു ദൈവമേയുള്ളൂ, ദൈവം ഒരുവനെന്ന് കർത്താവായ യേശുക്രിസ്തുവും പൗലോസും പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാര് സകലത്തിനെ സൃഷ്ടാവായ ദൈവത്തെ വേറിട്ടും യേശുക്രിസ്തുവിനെ വേറിട്ടും എടുത്ത് കാണിച്ചുകൊണ്ട് തങ്ങളുടെ വാക്കുകളെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ നാഥനെ നീ അഭിഷേകം ചെയ്ത നിന്റെ പരിശുദ്ധ ദാസനായ യേശു എന്ന് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവം യേശുക്രിസ്തുവല്ലെന്നും സകലത്തിനെ സൃഷ്ടാവ് യേശുക്രിസ്തുവല്ലെന്നും സകലത്തിനെ സൃഷ്ടാവായ ദൈവത്തിന്റെ അഭിഷിക്തനായ പരിശുദ്ധ ദാസനാണ് യേശുക്രിസ്തുവെന്നും യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പിടിച്ച് ദൈവമാക്കുവാൻ ശ്രമിക്കുന്നവർ പൗലോസ്ലീഹയെ പിടിച്ച് മുമ്പിൽ വെച്ചുകൊണ്ട് പൗലോസ്ലീഹയുടെ തോളിൽ ഏണിചാടരുത്. പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളോട് ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഒരുത്തൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനെങ്കിലും ഈവൻ ഞങ്ങളോ വന്നു പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി യേശുക്രിസ്തു അന്ന് അങ്ങനെ പറഞ്ഞു ഇന്നിങ്ങനെ പറഞ്ഞു എന്ന് ചില സഹോദരന്മാർ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായി പറയുന്നത്, ഞാനും സിൽവാനോസും ഒക്കെ പ്രസംഗിച്ച യേശു ഒരിക്കൽ ഊവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമല്ല, അവനിൽ ഊവ എന്നേ ഉള്ളൂ എന്ന് വളരെ കൃത്യമായി കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? ഞാനും സിൽവാനോസും ഒക്കെ പ്രസംഗിച്ച യേശു ഒരിക്കൽ ഊവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമല്ല എന്നാണ് പൗലോസ് പറഞ്ഞു വെച്ചത്. അപ്പോൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം അതുകൂടി വായിച്ച് ക്ലോസ് ചെയ്യുകയാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച യേശു ആരാന്നാണ്? ദൈവത്തിന്റെ പുത്രനാണെന്ന്. മനസ്സിലായോ? ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച യേശു ആരാണ്? അവൻ ദൈവപുത്രനാണ്. അവൻ ഒരിക്കൽ ഊവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല, അവനിൽ ഊവ എന്നത്രേയുള്ളൂ. വളരെ കൃത്യമല്ലേ? ഓരോരുത്തർ വിചാരിക്കുന്ന പോലെ അന്ന് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞു, ഇന്ന് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഇങ്ങനെ വെളിപ്പെടുത്തി, അന്ന് അങ്ങനെ വെളിപ്പെടുത്തി, ഇങ്ങനെ ഭോഷ്കിന്റെ ആത്മാവിനാൽ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ ബഹുവിധമായ വിപരീത ഉപദേശങ്ങളുമായി വരുമ്പോൾ, എന്റെ പ്രിയരെ, നമ്മൾ തിരുവെഴുത്തുകളെ പരിശോധിച്ച്
അതിലുറച്ചു നിന്നുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വളരേണ്ടതും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ മുൻപോട്ട് പോകേണ്ടതും വളരെ ആവശ്യമായിരിക്കാൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സമർപ്പണത്തോടെയും പ്രാർത്ഥനയോടും കൂടി നമ്മളെല്ലാവരും ആയിരിക്കുമ്പോൾ നമ്മുടെ ജോയിച്ചായന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ജോയ് തോമസ് ചാൻ. ഉൾപ്പെടെ അടിയങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സൂര്യപിതാവേ, ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് എന്റെ വചനത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം ഏകനെന്ന് ആ വലിയ സത്യം ഇന്നത്തെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് മുഴുവൻ അജ്ഞാതമായിരിക്കുമ്പോൾ അവർ അതിനെ കൂട്ടിക്കളയുമ്പോൾ നീ